ഹലോ വെൽക്കം ബാക്ക്. തംബ്നെയിൽ കണ്ട പോലെ അണ്ടർ 150 റുപ്പീസിനുള്ളിൽ നമുക്ക് എങ്ങനെയാണ് ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ടുള്ള സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പറൊക്കെ പ്രിൻറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ആദ്യം നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നോക്കുക, വൈ സ്റ്റിക്കേഴ്സ് എന്താണെന്നുണ്ടെങ്കിലും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിക്കേഴ്സ് കിട്ടും. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് പ്രിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രിഡ് പാറ്റേൺസ് അടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പല കളേഴ്സിലുള്ള പാറ്റേൺ പേപ്പറൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഡൂഡിൽസും അതുപോലെ ഇല്ലസ്ട്രേഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ജേർണലിംഗ് ചെയ്യാനായിട്ട് ഇത്രയും സംഭവങ്ങളൊക്കെ വേണമെന്നുള്ളത് ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു സംഭവമേ അല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഹോം മെയ്ഡ് ആയിട്ടുള്ള സപ്ലൈസ് യൂസ് ചെയ്തിട്ടും ജേർണൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വൺസ് ഇതെല്ലാം അതും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്യാൻവ ആപ്പാണ്. ക്യാൻവയിലാണ് കേട്ടോ നമ്മളിത് എഡിറ്റ് ചെയ്യണത്. അപ്പം നമ്മൾ ആദ്യം തന്നെ സെർച്ച് ബാറിൽ പോയിട്ട് A4 ബ്ലാങ്ക് പേജ് എന്തെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ കുറേ ടെംപ്ലേറ്റ്സ് കിട്ടും. അപ്പോൾ അതിൽ നമുക്കൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബോർഡേഴ്സും എല്ലാം അതും തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങളതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പം നമ്മുടെ പേജ് ഇതുപോലെ ആയിട്ടുണ്ടാവുക, നല്ല ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ നേരെ ക്യാമറ റോളിൽ പോയിട്ട് നമ്മുടെ ഗാലറിയിൽ സേവ് ആക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. A4 സൈസിലാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പേജിൽ 4 സ്റ്റിക്കേഴ്സ് വരെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മളത് സേവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുക്കാണ് വേണ്ടത്. ഞാൻ ഈ പ്രിൻറ്റ് ചെയ്ത സപ്ലൈസ് വെച്ചിട്ട് ഞാനൊരു ജേർണലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും ആക്ച്വലി ഇപ്പോൾ 2-3 വർഷമായിട്ടാണ് ഈ ഒരു സപ്ലൈസൊക്കെ വെച്ചിട്ട് ജേർണൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുവരെ ഞാൻ എല്ലാ സംഭവങ്ങളും നല്ല ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു ജേർണലാണ് ഇതൊക്കെ. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കുറച്ചധികം സ്റ്റിക്കേഴ്സൊക്കെ തന്നെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ സ്റ്റിക്കേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഒരുപാട് പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ആ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോഡ്സൊക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ കുറേ അധികം കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നിരക്കാൻ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് മൊത്തം അങ്ങോട്ട് എഴുതുക. ഈ ഒരു വെക്കേഷനിൽ വെറുതെ ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കാണ്ട് ഇങ്ങനെയുള്ള ചില ഹോബികളൊക്കെ തുടങ്ങാന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇപ്പം നമുക്കിതൊക്കെ ഒരു പൊട്ടത്തരായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ബൈ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാനെങ്കിലും മറക്കരുത് കേട്ടോ. പിന്നെ ഹോം മെയ്ഡ് സപ്ലൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.